കോൺഗ്രസ് പുനഃസംഘടനയിൽ വീണ്ടും പൊട്ടിത്തെറി. ഷാഫി പറമ്പിലിനെതിരെ മറുവിഭാഗം നേതാക്കൾ രംഗത്ത്. ഷാഫിക്കൊപ്പം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായിരുന്ന 28 പേർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും. ഷാഫിയുടെ അനുയായികളെ മാത്രം DCC ഭാരവാഹികളാക്കിയെന്നും നേതാക്കളുടെ ആരോപണം. ഷാഫി പറമ്പിലിനൊപ്പം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ജില്ലാ പ്രസിഡന്റുമാരെ DCC വൈസ് പ്രസിഡന്റുമാരായും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ DCC ജനറൽ സെക്രട്ടറിമാരായും നിയമിച്ച് KPCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതലയുള്ള MM ഹസൻ സർക്കുലർ പുറത്തിറക്കി. ഇത് സംഘടനാ ചുമതലയുള്ള TU രാധാകൃഷ്ണനോ K സുധാകരനോ മുതിർന്ന നേതാക്കളോ അറിഞ്ഞില്ല. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന 28 പേരെ മനഃപൂർവ്വം പട്ടികയിൽ നിന്ന് തഴഞ്ഞു. ഷാഫി പറമ്പിലും MM ഹസനുമാണ് ഇതിന്റെ പിന്നിലെന്നാണ് ആക്ഷേപം. തഴയപ്പെട്ട 28 പേരും അടുത്ത ദിവസം KPCC ആസ്ഥാനത്തെത്തി ഹസന് രാജിക്കത്ത് നൽകും. നമ്മൾ നാളെ ഞങ്ങളെല്ലാവരും KPCC പ്രസിഡന്റിനെ കാണാൻ പോവുകയാണ്. നമ്മളതിൽ 28 പേര് ഒരുമിച്ച് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കും. ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തെ മാത്രം അക്കോമഡേറ്റ് ചെയ്യുകയും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുകയും ചെയ്തു. ഞങ്ങളാരും മോശക്കാരൊന്നുമല്ല. ഞങ്ങളിനകത്ത് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ട്. പിന്നെ ഞാൻ ഭാരതയാത്രയാണ്, രാഹുൽ ഗാന്ധിയുടെ കൂടെ കാശ്മീർ വരെ നടന്ന ആളാണ്. അപ്പം അങ്ങനെ പ്രമുഖരായവരെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. പക്ഷേ ഞങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു വിഭാഗത്തെ മാത്രം, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തെ മാത്രം ഭാരവാഹിയാക്കുകയും ഞങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പൊ അതൊരു അനീതിയില്ലേ? തെരഞ്ഞെടുപ്പ് സമയത്ത് ചാർജ് MM ഹസനാണ് കൊടുത്തിരിക്കുന്നത്. നിലവിൽ KPCC പ്രസിഡന്റിന്റെയോ ചാർജ് സെക്രട്ടറിയുടെയോ ലെറ്റർ പേഡിൽ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് MM ഹസന്റെ സ്വന്തം ലെറ്റർ പേഡിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അത് സംഘടനാ വിരുദ്ധമാണ്. കാരണം അവിടെ KPCCക്ക് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, സംഘടനാ ചാർജുള്ള പുള്ളിയാണ് ഉത്തരവ് പുറത്ത് വിടേണ്ടത്. അയാളല്ല ഇത് പുറത്ത് വിട്ടേക്കുന്നത്. KPCC പ്രസിഡന്റ് ഈ സാധനം അറിഞ്ഞിട്ടില്ല. അപ്പം MM ഹസനും ഇതേപോലെ തന്നെ ഷാഫി പറമ്പിലും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു പുറത്തു പോയി DTP എടുത്തുകൊണ്ട് വന്ന് MM ഹസന്റെ ലെറ്റർ പാഡിൽ ഇൻചാർജ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സാധനം പുറത്തു വന്നേക്കുന്നത്. അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ഷാഫി പറമ്പിൽ പട്ടിക അട്ടിമറിച്ചെന്നാണ് ഒഴിവാക്കപ്പെട്ടവർ പറയുന്നത്. മാത്രമല്ല, അന്നത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരെയും പുതിയ പട്ടികയിൽ തഴഞ്ഞിട്ടുണ്ട്. ഈ നേതാക്കളും പ്രതിഷേധത്തിലാണ്. പാർട്ടി പിടിക്കാനുള്ള ഷാഫിയുടെ നീക്കമാണ് നിലവിലെ തർക്കത്തിന് കാരണമെന്നാണ് സൂചനകൾ. നൃപൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.